യേശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിന്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും യേശു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് എടുക്കുന്നത് കടലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. കടലിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് സുവിശേഷ വീഡിയോ നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം, ബൈബിളിൽ ഉടനീളം യേശു സഞ്ചരിച്ചത് ഏറ്റവും കൂടുതൽ കടലിന്റെ പശ്ചാത്തലത്തിൽ. യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും ഈശോ അനേകം സൗഖ്യങ്ങളെല്ലാം നടക്കുന്നതെല്ലാം ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്ന് ഈ എപ്പിസോഡ് എടുക്കുന്നതും നമ്മൾ കടലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുണ്ട്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ അനേകം മക്കള് വഴിതെറ്റിയ ജീവിതത്തിലേക്ക് പോവുകയാണ്. ലഹരിയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനുസരണക്കേടിന്റെയും വിശ്വാസമില്ലായ്മ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് വേദനകൾ. അനേകം മാതാപിതാക്കളുടെ കണ്ണുനീരാണ്. മക്കളൊന്ന് ശരിയാകണം, മക്കളൊന്ന് നന്നായിട്ട് ജീവിക്കണം, മക്കള് അനുസരണമുള്ളവരായിട്ട് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള അവരെ എല്ലാവരെയും നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ നാമത്തിൽ ചോദിക്കുവിൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 14 തിരുവചനം. നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരും. ഹല്ലേലൂയ. പ്രോമിസാണ്. ഈശോ പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിലാണ് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ എന്റെ നാമത്തിൽ ഒരാളിന് ഗ്ലാസ് വെള്ളം കൊടുത്താൽ, നിങ്ങൾ എന്റെ നാമത്തിൽ ഒരാളിന് കടം കൊടുത്താൽ, എന്ത് ചെയ്താലും അവിടെ അനുഗ്രഹം ഉണ്ടാവും. യേശു തന്നെ നേരിട്ട് പറയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുതൽ നമുക്ക് ആ ഒരു ശീലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്ത് ചെയ്യുമ്പോഴോ അത് യേശു നാമത്തിൽ ചെയ്യുക. ഒരാളിന് കടം കൊടുക്കുമ്പോൾ യേശു നാമത്തിൽ കൊടുക്കുക. ഒരാളിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ യേശു നാമത്തിൽ കൊടുക്കുക. ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും യേശുവിനെ പ്രൊമോട്ട് ചെയ്യുക. യേശുവിന്റെ നാമം പ്രഘോഷിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ച് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഒരു വിശ്വാസമില്ലാത്തൊരു മകൻ, അല്ലെ പള്ളിയിൽ പോകാത്തവൻ, പ്രാർത്ഥനയില്ലാത്തവർ, ആരും ആയിക്കോട്ടെ, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, ആരും ആകട്ടെ, അവരെല്ലാം പേര് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നിശ്ചയമായും അത് അനുഗ്രഹമായിരിക്കും. ഇനി ശുശ്രൂഷ കൂടുന്നവരും ഇത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും പൊതുവായ നിയോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.